മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കടന്നു വരുന്ന ക്രിസ്മസിന് വേണ്ടിയിട്ട് ഈ ആഗമന കാലഘട്ടത്തിൽ നാം ഒരുങ്ങുകയാണല്ലോ. ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട്, കൃപയുടെ വചനങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് നാം ഓരോരുത്തരും തീക്ഷ്ണമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രഭാത വരുന്ന ശുശ്രൂഷയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ധ്രുവങ്ങളിൽ നിന്നുള്ള നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദൈവതിരുസന്നദ്ധയിൽ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത്, ഈ അനുഗ്രഹത്തിൻ്റെ ദിനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രഭാത വരുന്ന ശുശ്രൂഷ വല്ല പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി വല്ല പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം തീക്ഷ്ണമായിട്ട് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്നേ ദിവസത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ എൻ്റെ നിയോഗങ്ങൾ ആശീർവദിച്ച് വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് തീക്ഷ്ണമായിട്ട് ആഗ്രഹിക്കുന്നതോടൊപ്പം നമുക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം സന്തോഷകരമായത് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും മറ്റുള്ളവരോട് പങ്കുവെക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം, ജീവദായകമായ വചനം നമുക്ക് ശ്രവിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിയുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 വാക്യങ്ങൾ 39 മുതൽ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നാം ഓരോരുത്തരും മംഗളവാർത്ത കാലഘട്ടത്തിൽ ആയിരിക്കുകയാണ്. കർത്താവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം.
ഡിസംബർ 25 ഈശോനാഥൻ്റെ പിറവി തിരുനാൾ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നാം വലിയ ഒരുക്കത്തിലാണ്. ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നേ ദിവസം പ്രഭാത വരുന്ന ശുശ്രൂഷയിൽ ദൈവം നമ്മുടെ ധ്യാന വിഷയമായിട്ട് നൽകിയിരിക്കുന്നത് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുന്ന തിരുവചന ഭാഗമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഗബ്രിയേൽ മാലാഖായാൽ ഒരു അഭിവാദനം ഉണ്ടാവുകയും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിന് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. പരിശുദ്ധ അമ്മ ഇപ്രകാരം ദൈവവചനത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, ഈ സന്തോഷത്തെ തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വചനം മാംസമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്തു ചെയ്യുകയാണ്? തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് അവൾ കടന്നു ചെല്ലുകയാണ്. തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ദൈവാനുഭവമുണ്ട്, തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ സന്തോഷമുണ്ട്, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന രക്ഷയുടെ അനുഭവമായ രക്ഷകനുണ്ട്. ഈ ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ യൂദയായുടെ മലമ്പ്രദേശത്തു കൂടെ യാത്ര ചെയ്ത് എലിസബത്തിന്റെ ഭവനത്തിൽ എത്തുകയാണ്. എലിസബത്തിനെ അഭിവാദനം ചെയ്യുകയാണ്. എലിസബത്തിനെ പരിശുദ്ധ അമ്മ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്തോടു കൂടെ കുതിച്ചു ചാടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവകൃപ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ ഒന്നാമതായിട്ട് ആ വ്യക്തി ദൈവകൃപയാൽ നിറയപ്പെടുകയും ആ നിറവ് അപരന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് തീരുകയും ചെയ്യുകയാണ്. ഇവിടെ നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കേണ്ടത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ കൃപ സംഭവിക്കുമ്പോൾ ആ വ്യക്തി ദൈവകൃപയാൽ നിറയുകയും ആ നിറഞ്ഞ കൃപ, കവിഞ്ഞൊഴുകുന്ന കൃപ അപരന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ കൃപയെ നാം അനുഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ അനുനിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ഒഴുകുന്നുണ്ട്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ അവിടുന്ന് ഒന്നുപോലെ മഴ പെയ്യിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ കവിഞ്ഞൊഴുകുന്ന കൃപ എൻ്റെ ജീവിതത്തിൽ ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കൃപയെ പരിശുദ്ധ അമ്മ തിരിച്ചറിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അപരന്റെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് ജീവിതത്തിൽ സാധ്യമാവുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുമാണ്. ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവിക്കുന്ന കൃപ അപരനിലേക്ക് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം. രണ്ടാമതായിട്ട്, ദൈവകൃപ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് ഹൃദയത്തിൽ വലിയൊരു സമാധാനവും സ്വസ്ഥതയും നൽകുന്നു. പ്രിയമുള്ളവരെ, കൃപയുള്ള വ്യക്തികൾ വളരെ ശാന്തരായിരിക്കും. കൃപയുള്ള വ്യക്തികൾ വളരെ സമാധാനത്തോടു കൂടെ ആയിരിക്കും. ഞാൻ ജീവിതയാത്രയിൽ കണ്ടുമുട്ടിയ ഒരു വലിയ സത്യമാണ്. കൃപയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, അവർ സമാധാനത്തോടും ശാന്തതയോടും കൂടെ നിലകൊള്ളും. അവരുടെ ജീവിതത്തിൽ വലിയ ശാന്തത, സമാധാനം അനുഭവിക്കുവാനായിട്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഈ ശാന്തതയും സമാധാനവും കൊടുക്കാനായിട്ട് അവരുടെ ജീവിതത്തിലൂടെ സാധ്യമാവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുകയും പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ വഹിക്കുമ്പോഴും എത്രമാത്രം ശാന്തമായിട്ടാണ് നിലനിൽക്കുന്നത്, എത്രമാത്രം സമാധാനത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ നിലനിൽക്കുന്നത്. ഉണ്ണിയെ ഉദരത്തിൽ വഹിക്കുമ്പോഴും അവൾ ഒരു പരാതിയും പരിഭവവും കൂടാതെ ജീവിക്കുന്നൊരവസ്ഥ ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മയെപ്പോലെ ശാന്തതയിൽ, സമാധാനത്തിൽ, ഉദരത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുന്ന
അമ്മമാർ ജീവിച്ചാൽ എത്രമാത്രം അനുഗ്രഹവും കൃപയും ആ കുഞ്ഞുങ്ങളിലേക്ക് ദൈവം ഒഴുക്കും. ദൈവം കൃപയൊഴുക്കുന്നില്ല എന്നല്ല, പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ ശരിയാകാം തെറ്റാകാം, പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമുണ്ട്, ഈ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ടല്ലേ, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കേണ്ട കൃപകൾ പലതും ലഭിക്കാതെ നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു കൊച്ച ചിന്ത പങ്കുവെച്ചെന്നേ ഉള്ളൂ. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഉദരത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടായിരിക്കുന്ന അമ്മമാരൊക്കെയുണ്ട്. അവരവരുടെ ജീവിതത്തോടും ചേർത്ത് വെക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ആ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി കഴിയുമ്പോഴത്തേക്കും അത് വലിയൊരു അനുഗ്രഹമായിട്ട് ജീവിതത്തിൽ മാറും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് പറയുമ്പോൾ ഒരു കൊച്ചു സംഭവം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞുമായിട്ട് ഒരമ്മ കടന്നു വരുവാനായിട്ട് ഇടയായി. അമ്മ പറയുകയാണ്, 4 മാസം പ്രായമായി കുഞ്ഞാണ് എൻ്റെ ഉദരത്തിലുള്ളത്. ആ കുഞ്ഞിൻ്റെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ പല പ്രശ്നങ്ങളും ഡോക്ടർമാർ പറഞ്ഞു. ആ കുഞ്ഞിനെ തന്നെ വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാനാണ് ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അപ്പനും അമ്മയും തീരുമാനിച്ചു, ദൈവം തന്നതിനെ ഞങ്ങൾ സ്വീകരിക്കും, ദൈവം തന്നതിനെ ഞങ്ങൾ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, അവരെന്നോട് പറഞ്ഞു വെച്ചത് ഇപ്രകാരമാണ്, ഞങ്ങൾ 2 പേരും അച്ഛ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ കുഞ്ഞിനെ സമർപ്പിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞ് ജനിക്കുന്ന അന്ന് വരെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് അമ്മ ലേബർ റൂമിലേക്ക് പോകുമ്പോഴും ആ പ്രഭാതത്തിലും ഞങ്ങൾ 2 പേരും ചേർന്ന് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് ഏറ്റവും തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞ് ജനിച്ച സമയത്ത് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ഒരു പ്രശ്നവും കൂടാത്ത ഒരു കുഞ്ഞിനെ, ഒരു രോഗാവസ്ഥയും ഇല്ലാത്തൊരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നു. പ്രിയമുള്ള ദൈവജനമേ, അത് പറയുമ്പോൾ ഈ 2 പേരും ഈ കുഞ്ഞിനെ എടുത്തു വെച്ച് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഇവർ 2 പേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര്, ആനന്ദത്തിൻ്റെ കണ്ണീര് ധാരയായിട്ട് ഒഴുകുകയാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ അമ്മമാരോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ ഉദരത്തിലായിരിക്കുന്നവർ ശാന്തതയിൽ, സമാധാനത്തിൽ, തീക്ഷണതയോടുകൂടെ പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ തയ്യാറാകണം. അത് ശാന്തമായിട്ടിരുന്ന്, ഞാൻ പറയും, മറ്റു പാട്ടുകളും മറ്റു വായനകളെക്കാളൊക്കെ ഉപരിയായിട്ട് തിരുവചനം എടുത്തു പിടിച്ച് വായിച്ചേ, ദൈവത്തിൻ്റെ വചനം വായിച്ചേ. ഞാൻ പറയും, ഉദരത്തിൽ കുഞ്ഞായിരിക്കുന്ന 9 മാസം 9 ദിവസക്കാലം കൊണ്ട് ഈ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം തൊട്ട് വെളിപാടിൻ്റെ പുസ്തകം വരെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ച് തീർക്കാനായിട്ട് ഒന്ന് പരിശ്രമിച്ചേ. അത് വലിയ കൃപയിലേക്ക് അനേകരുടെ ജീവിതത്തെയും കണ്ടുമുട്ടാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് വലിയ കൃപയിലേക്ക്, അവരുടെ ജീവിതത്തിലേക്കല്ല, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹമായി തീരുന്നത് എൻ്റെ ജീവിതയാത്രയിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, 3-മതായിട്ട് ഈ ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുന്ന വ്യക്തി എന്നും അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ ആശ്വാസമായിട്ട് മാറും, ഒരു സേവനത്തിൻ്റെ മാതൃകയായിട്ട് മാറും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ. പരിശുദ്ധ അമ്മ ഉണ്ണിയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് ഇളയമ്മയായ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു എന്നുകൊണ്ട് എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു സഹായമായിട്ട് മാറാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമാവുകയാണ്. ആ സഹായമായിട്ട്, ആ സ്നേഹത്തിന്റെ അഭിവാദനം സംഭവിച്ച എന്താ സംഭവിക്കുന്നത്? എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്തോടു കൂടെ കുതിച്ചു ചാടി. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴ്ന്ന് നോക്കാനായിട്ട് സാധിക്കണം. പല പ്രത്യേകമായിട്ട് പിറവി തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ഒരു യഥാർത്ഥമായ രക്ഷയുടെ അനുഭവമായിട്ട് പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും അനുനിമിഷം നമുക്ക് വേണ്ടിയിട്ട് അവൻ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്യുന്ന ദൈവാനുഭവത്തിൻ്റെ വഴികളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. എത്രമാത്രം ഈ പുത്രൻ നൽകുന്ന കൃപയെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട്, എത്രമാത്രം ഈ പുത്രൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ചേർന്ന വിധത്തിൽ ജീവിതത്തെ നയിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകുകയാണ്.
കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 19-ാമത്തെ അധ്യായം 9-ാം വാക്യം പറയുകയാണ്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ബലഹീനരായ വ്യക്തികളിലേക്കാ ദൈവത്തിൻ്റെ കൃപ കടന്നു വന്നത്. ഒന്ന് നോക്കിക്കേ, പരിശുദ്ധ അമ്മ ബലഹീനയായ ഒരു വ്യക്തിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ വന്നു. വന്ധിയായ എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് മനുഷികമായ ശക്തിയാൽ സാധ്യമല്ലാത്തിരിക്കുന്ന സമയത്ത് പ്രായാധികത നിറഞ്ഞെടുത്ത് സ്നാപക യോഹന്നാൻ എന്ന മകനെ കൊടുത്തുകൊണ്ട് വന്ധിയായ എലിസബത്തിനെ കൃപയാൽ പിതാവായ ദൈവം നിറയ്ക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെയൊക്കെ ജീവിതയാത്രയിലും നാം ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കണം, എത്രമാത്രം ഈ ഒരു കൃപയുടെ നിറവിനെ അനുഭവിക്കാൻ. കൃപയുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായിട്ട് ഒഴുകിയിറങ്ങുമ്പോൾ ഈ കൃപയുടെ ശക്തിയെ, അനുഗ്രഹത്തെ അപരന്റെ ജീവിതത്തിലേക്കൊന്ന് പങ്കുവെച്ചുകൊണ്ട് അപരന്റെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷകരമായ സദ്വാർത്തയായി തീരാനായിട്ട്, അപരന്റെ ജീവിതത്തിലേക്ക് ഒരു സമാധാനമായിട്ട് തീരാനായിട്ട്, അപരന്റെ ജീവിതത്തിലേക്ക് ഒരു സേവനത്തിന്റെ മാതൃകയായിട്ട് തീരാനായിട്ട് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹത്താൽ നിറയപ്പെടുമ്പോൾ കുടുംബ ജീവിതങ്ങളിലേക്ക് അനുഗ്രഹവും കൃപയും സംഭവിക്കും. വ്യക്തി ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ സഭയിലേക്കും ഇടവകയിലേക്കും സമൂഹത്തിലേക്കും കൃപയും അനുഗ്രഹവും സംഭവിക്കും. വ്യക്തി ജീവിതങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, വ്യക്തി ജീവിതങ്ങളിൽ ഒരു സേവനത്തിൻ്റെ അനുഭവത്താൽ നിറയപ്പെടുവാനായിട്ട്, വ്യക്തി ജീവിതങ്ങൾ അനുഗ്രഹമായിട്ട് തീരുന്നൊരു അനുഭവം, ഒരു ദൈവാനുഭവം ജീവിതത്തിൽ സ്വന്തമാകുവാനായിട്ട് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഇന്നേ ദിവസത്തെ സമർപ്പിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയാൽ, അനുഗ്രഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് അനുഗ്രഹവും ശക്തിയും നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസത്തെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ മറ്റുള്ളവരിലേക്ക് സന്തോഷകരമായ സദ്വാർത്തയായി തീരുവാൻ, മറ്റുള്ളവരിലേക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകുവാൻ, മറ്റുള്ളവരിലേക്ക് സേവനത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും സംരക്ഷകനുമായ വിശ്വ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. സകല വിശുദ്ധരെ, വാഴ്ത്തപ്പെട്ടവരെ, സകല ക്രോപന്മാരെ, സഭന്മാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധനെ, വിശുദ്ധയെ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്മാനമാണല്ലോ ഞങ്ങളുടെ കാവൽ മാലാഖായെ. ഇന്നേ ദിവസം വലിയ സംരക്ഷണത്തിൻ്റെ വലയം ഞങ്ങളുടെ ചുറ്റും ഒരുക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ആമേൻ.
ക്രിസ്മസ്, ഓരായിരം നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്, ഓരായിരം നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്. മാനത്തൊരായിരം മാലാഖമാർ സദ്വാർത്തയേകിയ ക്രിസ്മസ്. മാനത്തൊരായിരം മാലാഖമാർ സദ്വാർത്തയേകിയ ക്രിസ്മസ്. സന്മനസ്സുള്ളോർക്ക് ശാന്തിയേകി ദൈവം പറഞ്ഞ ക്രിസ്മസ്. സന്മനസ്സുള്ളോർക്ക് ശാന്തിയേകി ദൈവം പറഞ്ഞ ക്രിസ്മസ്. ഓർമ്മയിലുണ്ടൊരു ക്രിസ്മസ്, ഓരായിരം നിറമാർന്ന ക്രിസ്മസ്. ഉഷകാല നക്ഷത്ര സൂനുവായി ഉണ്ണിയേശു പിറന്ന പുണ്യദിനം. കുഞ്ഞുനാളിൽ അമ്മ കാതിലോതി ഉണ്ണി പിറന്നതറിഞ്ഞോ? കുഞ്ഞുനാളിൽ അമ്മ കാതിലോതി ഉണ്ണി പിറന്നതറിഞ്ഞോ? മാനവർ നമ്മൾക്ക് സ്വർഗരാജ വാതിൽ തുറന്ന ക്രിസ്മസ്. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നാം സ്വീകരിക്കുകയാണ്. മാർപ്പാപ്പായിൽ നിന്നും കർദിനാൾമാരിലേക്കും മേജർ ആർച്ച് ബിഷപ്പ്മാരിലേക്കും മെത്രാന്മാരിലേക്കും വൈദികരിലേക്കും സന്യസ്തരിലേക്കും ഒഴുകിയിറങ്ങുന്ന ശ്ലൈഹിക പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം കരങ്ങൾ കൊപ്പി ശിരസ് നമിച്ച് വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശ്വപിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീബർഗേസിൻ്റെയും വിസ് അന്തോണീസിൻ്റെയും വിസ് സെബസ്ത്യാനോസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും വിസ് അൽഫോൻസാമയുടെയും വിസ് മറിയം തെരേസയുടെയും വിസ് എപ്രേസ്യാമയുടെയും വിസ് ചാവറേച്ചൻ്റെയും വിസ് ദൈവസഹായം പിള്ളയുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളും നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും നിങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെയും മധ്യസ്ഥയുടെയും സ്വർഗം നിങ്ങൾക്ക് സമാനമായി നൽകുന്ന കാവൽമാരാകയുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെയും കൂടെ ഇന്നേ ദിവസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വളരെ പ്രത്യേകമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് വേണ്ടിയും ഗുഡ്നസ് ചാനലിന് വേണ്ടിയിട്ടും ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കൾക്കും, പ്രത്യേകിച്ച് വൈദികർക്ക്, സന്യസ്തർക്ക്, അൽമായ പ്രേക്ഷിതർക്ക് വേണ്ടിയിട്ട് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ രാവും പകലും നമുക്ക് വേണ്ടി
മരിയൻ കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ സമൂഹമുണ്ട്. അവരെ പ്രത്യേകമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന സമൂഹത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ പ്രാർത്ഥനകളോട് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കാം. സാധിക്കുന്നവരെല്ലാം ഒരു ജപമാലയെങ്കിലും ഈ മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമല്ലോ. ഇന്നേ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ദൈവകൃപയുടെ ഒരു ദിനമായിട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.